ഹലോ എവരിവൺ. അപ്പം നമ്മൾ എന്നുള്ളത് എറണാകുളം ജില്ലയിലാണ്. നീറ്റ് 2023 പരീക്ഷയിൽ നമ്മുടെ ബ്രില്യന്റിലെ ഹൈബ്രിഡ് ബാച്ചിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഒരു കൊച്ചു മിടുക്കിയോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗൗരി ബിനു. Hi, my name is Gouri Binu. ഞാൻ ഇവിടെ കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഞാൻ ബ്രില്യൻറ്റിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:45 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും അതിൻ്റെ തലേ ദിവസം ടൈം ടേബിൾ അയക്കുമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ബുക്കും വർക്ക് ബുക്കൊക്കെ എടുത്തുകൊണ്ടായിരുന്നു പോകുന്നത്. അപ്പം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്നിട്ടും ഹോംവർക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുമായിരുന്നു, അത് ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ മെയിൻലി ഞാൻ NCERT ആയിരുന്നു റെഫർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അത് ഞാൻ തറോ ആക്കിയിട്ടാണ് പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഞാൻ പഠിച്ചത്. പിന്നെ മെയിൻലി എനിക്ക് വീക്ക് ഡേയ്സിൽ കുറേ സമയം കിട്ടി. ഈ ബ്രില്യൻറ്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സും കണ്ടു, അതേ സമയത്ത് ഞാൻ സ്കൂൾ വർക്കും കംപ്ലീറ്റ് ചെയ്തു. പിന്നെ സെൽഫായിട്ട് കുറേ നേരം എനിക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ NCERT വായിക്കുമ്പോൾ കുറേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു. പിന്നെ കുറേ മാഗസീൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ ലേണിംഗ് ആപ്പ് ഞാൻ ഉപയോഗിക്കായിരുന്നു. അതിൽ കുറേ മോഡൽ എക്സാംസ് ഞങ്ങൾക്ക് പ്രിപ്പറേറ്ററി മോഡൽസ് ഉണ്ടായിരുന്നു. അപ്പം അത് ചെയ്യായിരുന്നു. പിന്നെ എൻ്റെ പ്രോഗ്രസ്സൊക്കെ ഞാൻ മോണിറ്റർ ചെയ്യായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൻ്റെ മോഡൽ എക്സാം എല്ലാ ആഴ്ചയും നടക്കുമായിരുന്നു. ലൈക്ക് ഈച്ച് ചാപ്റ്റർ വെച്ചിട്ട് അതിൻ്റേതായ ഒരു അനാലിസിസും ഇത് എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡയറക്ടേഴ്സിൻ്റെ ടോക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആവശ്യത്തിന് അധികം നല്ല മോട്ടിവേഷനും ഉണ്ടായിരുന്നു. കോമ്പറ്റീഷനും ബാക്കിയുള്ള കുട്ടികൾ നല്ലോണം പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ കയറി വരാനുള്ള ആ മോട്ടിവേഷനും ഉണ്ടായിരുന്നു. വേറൊരു കാര്യം എന്നെ അവസാന മാസങ്ങളിൽ ഇവിടെ എത്തിക്കാൻ സഹായിച്ചത് എറർ അനാലിസിസ് ആണ്. ഞാൻ ഒരു എറേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ഞാനൊരു ബുക്ക് വെക്കുമായിരുന്നു. അപ്പം എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഏറ്റവും ടഫസ്റ്റ് സബ്ജക്റ്റ്. അത് ഈസി ആക്കിയത് ഞാൻ ബ്രില്യൻറ്റിലത്തെ പാസ്റ്റ് പേപ്പേഴ്സിൽ എൻ്റെ തെറ്റുകൾ കണ്ടുപിടിച്ച് അതെങ്ങനെ തിരുത്താം, അതെന്താണ് ഞാൻ മിസ്സായതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതിൽ ഇമ്പ്രൂവ് ചെയ്തത്. അപ്പം ഞാൻ കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജിയിലും വേണ്ടി ഞാനിങ്ങനെ എറർ ബുക്ക് വെക്കുമായിരുന്നു. എന്നിട്ട് തെറ്റുന്നത് ഞാൻ കുറച്ചും കൂടി അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അതിനെ പറ്റിയുള്ള എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഞാൻ എഴുതി വെക്കായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് അതിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് നീറ്റിന് എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അത് വെക്കുന്നത് ഒരു നെസസിറ്റിയാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.